നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയെ ചുറ്റിപ്പറ്റി കേരളത്തിൽ നടന്ന വിവാദങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? അന്ന് ഭരണകൂട ഭീകരത എന്ന് തന്നെ പറയാവുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ അരങ്ങേറിയത്. പിന്നീട് തിരഞ്ഞെടുപ്പ് സമയമായപ്പോഴേക്കും ഓരോ കമ്മ്യൂണിസ്റ്റുകാരും വീടാന്തരം കയറിയിറങ്ങി ഓരോരുത്തരോടും പ്രത്യേകമായിട്ട് മാപ്പ് പറയുകയും ചെയ്തത് തെറ്റായിപ്പോയി എന്നൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇവിടെ അയ്യപ്പസ്വാമിയുടെയും വിശ്വാസികളുടെയും നേർക്ക് നടന്ന അക്രമങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും പിന്നീട് CPM വീട് കയറി വിശദീകരണവും തുടർന്ന് വചനയും വരെ നടത്തിയെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിൽ കുറച്ചുകൂടി കഠിനമാണ് കാര്യങ്ങൾ. തമിഴ്നാട് ഭരിക്കുന്ന DMKയുടെ സൈബർ വിങ്ങായ കറുപ്പർ കൂട്ടം എന്ന ടീം ഏതാനും വർഷം മുമ്പ് സ്കന്ദഷഷ്ടി കവചം എന്ന മുരുകൻ്റെ കീർത്തനത്തെ അവഹേളിച്ചുകൊണ്ട് അവർ അന്ന് രംഗത്ത് വന്നിരുന്നു. കേവലം ഒരു അവഹേളനം എന്ന വാക്കിൽ ഒതുക്കാവുന്നതല്ല അത്. അത്രമേൽ അറപ്പുളവാക്കുന്ന രീതിക്കാണ് അവർ അതിനെ സമീപിച്ചത്. അതെന്താണെന്ന് വിശദീകരിക്കാൻ പോലും പറ്റില്ല, അതുകൊണ്ട് അത് വിടാം. ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. എൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കണ്ട അയ്യപ്പൻ എന്താ പെണ്ണുങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? 4 പെണ്ണുങ്ങളെ കണ്ടാൽ കൺട്രോൾ പോകുന്ന ആളാണോ അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞു, ബ്രഹ്മചര്യം പോയി എന്ന തരത്തിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ സഖാക്കളും നേതാക്കളുമായിട്ടുള്ള ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും കടുത്ത രീതിയിലാണ് തമിഴ്നാട്ടിൽ നടന്നത്. ഇവിടെ തന്നെ ഇത്രയും കടുത്ത രീതിയിലാണ് അയ്യപ്പനെതിരെയുള്ള ആക്ഷേപങ്ങളെങ്കിലും അതിലും കടുത്ത രീതിയിലാണ് തമിഴ്നാട്ടിൽ മുരുകനെതിരെ ഉണ്ടായത്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാക്ഷാൽ ബാലസുബ്രഹ്മണ്യ സ്വാമിയെ അധിക്ഷേപിച്ച് നടന്ന പ്രതിഷേധങ്ങൾ ഇവിടെ എങ്ങനെയായിരുന്നു? അതിൻ്റെ 10 മടങ്ങ് തീവ്രതയോടെയായിരുന്നു. അതിനെതിരെ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ ഉയർന്നു. DMK പിൻവാങ്ങുന്നതായി അഭിനയിച്ചു. പതിയെ ആ വിവാദം കെട്ടടങ്ങി. ഇനി ഇപ്പോഴത്തെ, അതായത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഇന്ന് പഴനിയും ഈ ലോകവും കണ്ണു തുറക്കുന്നത് പഴനിയാണ്ടവൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തയ്യാറാക്കിയ 2 കൂറ്റൻ വേദികളിലായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര മുത്തമിഴ് മുരുകൻ ഭക്ത സമ്മേളനത്തിലേക്കാണ്. ആര് നടത്തുന്ന പരിപാടിയാണ് എന്നറിയണ്ടേ? ഇതേ മുരുകനെ അധിക്ഷേപിച്ച DMK സർക്കാർ തന്നെ നടത്തുന്ന പരിപാടി. ഇന്നും നാളെയുമായി ലോകത്തുള്ള വിവിധങ്ങളായ സ്ഥലത്തു നിന്നും മുരുകഭക്തർ അവിടെ എത്തും. വിവിധ മഠങ്ങളിലെ സ്വാമിമാർ പ്രസംഗിക്കുന്നുണ്ട്. നടത്തിപ്പും മറ്റുമെല്ലാം DMK മന്ത്രിമാരും MLAമാരും MP മാരും. പ്രഭാഷണങ്ങൾ, ചർച്ച, സെമിനാർ, കീർത്തനങ്ങൾ എന്നിവ നടക്കും. കൂടാതെ നിത്യവും സ്കന്ദഷഷ്ടി കവചം ചൊല്ലലും നടക്കും. ഏത് സ്കന്ദഷഷ്ടി കവചം ചൊല്ലലും നടക്കുമെന്ന് മുൻപ് ഇതേ സംഗതി വെച്ചിട്ട് അങ്ങേയറ്റം വൃത്തികേടുകൾ പറഞ്ഞ ഒരു പാർട്ടിയുടെ അണികൾ ഇന്നിതാ അതെല്ലാം നല്ല സഭ്യമായ രീതിയിൽ നടത്തി കൊടുക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ അയ്യപ്പൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മുരുകൻ്റെ കാര്യത്തിലും ഇവിടുത്തെ 2 സോ കോൾഡ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഒരെണ്ണം CPM ഈ കേരളത്തിലെങ്കിൽ തമിഴ്നാട്ടിലെ DMK. സ്റ്റാലിനെ സംബന്ധിച്ചും പിണറായിയെ സംബന്ധിച്ചും അവർ പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് പരസ്പരം എപ്പോഴും പറയുന്നത്. അതേപോലെ തന്നെ DMK എന്ന പാർട്ടിയും കോടാനുകോടികൾ കൊടുത്ത് CPMനെ സഹായിച്ചിട്ടുള്ള പാർട്ടി വരെയാണ് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ. അവരങ്ങനെ പരസ്പരം കൊടുക്കൽ വാങ്ങലൊക്കെ ഉള്ള ഒരു കൂട്ടർ. പക്ഷേ നിലപാടിൻ്റെ കാര്യത്തിൽ, U-turn അടിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ എത്രമാത്രം ഇരട്ടത്താപ്പാണ് കാണിച്ചത് എന്ന് നോക്കുക. ഇവറ്റകളുടെ തൊലി ഇന്ത്യൻ ആർമിക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നിലവാരമുള്ള ബുള്ളറ്റ് പ്രൂഫുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അയ്യപ്പനെതിരെ എന്തൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു, ഒടുവിൽ വിശ്വാസികളുടെ വീടുകൾ കയറിയിറങ്ങി മാപ്പ് പറഞ്ഞാണ് ആ വിവാദത്തിൽ നിന്ന് CPM തലയൂരിയതെങ്കിൽ തമിഴ്നാട്ടിൽ മുരുകനെ ചീത്ത വിളിച്ച് നടന്നവർ ഇന്ന് മുരുകന് വേണ്ടിയിട്ട് പ്രത്യേക പരിപാടികൾ നടത്തുന്ന ആ വിചിത്ര കാഴ്ച കൂടി തമിഴ്നാട്ടിൽ നിന്ന് കാണുകയാണ്.